നമസ്കാരം. ഞാൻ മണിമംഗലം തിരുമേനി. മണിമംഗലം ആസ്ട്രോ വേൾഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വരുന്ന ചിങ്ങമാസം മുതൽ ഒരു വർഷക്കാലം, അതായത് പുതുവർഷമായ ചിങ്ങമാസം മുതൽ ഒരു വർഷക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ പരാജയങ്ങൾ എങ്ങനെയായിരിക്കും എന്നതാണ് ഞാനിവിടെ പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ നമുക്ക് വന്നു ചേരും. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നേട്ടങ്ങളോടൊപ്പം ചില പ്രശ്നങ്ങൾ നമുക്ക് വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സഹായിച്ച വ്യക്തികളൊക്കെ നമ്മളെ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മളെ തള്ളി പറയുന്ന അവസ്ഥയൊക്കെ ഈ വർഷത്തിൽ അല്ലെങ്കിൽ ഈ പുതുവർഷത്തിൽ വരാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ മാനസികമായിട്ട് തളരാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, കുടുംബപരമായിട്ട് കഴിയുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ മനപ്രയാസം ഒരല്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം കലഹങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് വരുന്ന ദോഷങ്ങളാണ്. ഇതുവരെ വിവാഹം നടക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വരുന്ന വർഷം പുതുവായിട്ട് ഒരു വിവാഹം മംഗല്യഭാഗ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ മംഗല്യഭാഗ്യത്തിന് അടുത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലോ പാർവതി ക്ഷേത്രത്തിലേക്ക് സ്വയംവര അർച്ചന കഴിപ്പിക്കുന്നത് നല്ലതാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഒരല്പം ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തിൽ കുറച്ച് വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും. അതിന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വർഷം അത് പൂർണ്ണമായിട്ടും വിജയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സാമ്പത്തികത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ധനം കൊടുത്ത വ്യക്തികൾ നമ്മൾ ചതിക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം സാമ്പത്തിക ഉള്ള വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. കാര്യം അടുത്ത ഒരു മെയ് മാസം മുതൽ നിങ്ങൾ നമ്മുടെ സഹായികളെയൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക. കാരണം ആ സഹായ സ്ഥാനത്ത് നിന്നായിരിക്കും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് തകർച്ചയോ വിള്ളലൊക്കെ വരുന്നത്. അപ്പം പ്രത്യേകം നമ്മൾ ധനപരമായിട്ട് നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതും ധനപരമായിട്ട് ഇല്ലാത്തവർ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യമാണ് ഈ പറയണത്. അപ്പം ധനപരമായിട്ടുള്ളവർ നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ധനപരമായിട്ട് ഇല്ലാത്തവർ നമ്മൾ സഹായിച്ച വ്യക്തികൾ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാം. വിദ്യാഭ്യാസപരമായിട്ട് ഒരല്പം പിന്നോക്കം പോകുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള പുതുവർഷം. കാര്യം മനസ്സിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ വന്ന് ഭവിക്കും. പ്രേമബന്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള യോഗങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ പുതുവർഷത്തിലുണ്ട്. വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലൊന്നും ചാടാതിരിക്കുക. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. നമ്മളെ ഒരുപാട് പേര് കെയർ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാം എന്നുള്ളൊരു ഇതിലോട്ടൊന്നും പോവാതിരിക്കുക. കാരണം നമ്മൾ ചതിപ്പറ്റുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം വരുവാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ തിങ്കളാഴ്ച വ്രതം പിടിക്കുന്നതും പ്രദോഷ വ്രതങ്ങളൊക്കെ പിടിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഒരു ജോലി ആണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഈ വർഷം അത് സാധിക്കും. ഇപ്പം ഞാനത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ PSC ഒക്കെ ആത്മാർത്ഥമായിട്ട് എഴുതുകയും നമ്മൾ ഇതുവരെ ലിസ്റ്റിൽ പേര് വരാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ പേര് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ജോലി വേണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗം വേണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് തീർച്ചയായും നല്ലൊരു ഉന്നതി വരുന്നതായിരിക്കും. വിദേശ യോഗത്തിനൊക്കെ ഇപ്രാവശ്യം സാധ്യതയുണ്ട്. നഴ്സിംഗ് പഠിച്ച വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് നല്ല ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബാങ്കിങ് മേഖലയിലൊക്കെ നമുക്ക് ശോഭിക്കാൻ സാധിക്കും. അതുപോലെ ചില സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കുവാനും ഇപ്പം സാധിക്കും. ഈ പറഞ്ഞതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ, അശ്വതി നക്ഷത്രക്കാർക്ക് മെയ് 15 മുതൽ ഈശ്വരാധീനം സഹായസ്ഥാനത്ത് മറയുമ്പോൾ നമ്മളെ പ്രശ്നം നമ്മളെ സഹായിച്ചവരൊക്കെ നമ്മളായിട്ട് ശത്രുതയിലേക്ക് വരുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം. കാരണം ആരോഗ്യപരമായിട്ട് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങൾ വരാം. കാലാവസ്ഥ
മോശമായതിൻ്റെ പ്രശ്നങ്ങൾ വരാം. ചിലർക്ക് ജന്മന അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഈ ജന്മന ഉള്ള അസുഖങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മരുന്ന് കഴിച്ച് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മാറ്റാൻ പറ്റുന്നെങ്കിലും ഈ നമ്മൾ നിലവിലെ കാലാവസ്ഥയും അതുപോലെ തന്നെ നമ്മുടെ മാനസിക പ്രശ്നവും മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ കൂടുതലും വരാതിരിക്കാൻ നമ്മൾ അമിതമായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മൾ പല കാര്യങ്ങളിലും അമിതമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. എന്നാൽ അസുഖ കാര്യങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് അതിനെപ്പറ്റിയൊരു ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്നത് പോലെ അസുഖ സംബന്ധമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രശ്നം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിവതും ശ്രദ്ധിക്കുക. പിന്നെ വിധിയെ നമുക്ക് പെട്ടെന്നൊന്നും തടുക്കാൻ പറ്റില്ല. അപ്പോൾ വരേണ്ടത് നമുക്ക് വരും, പക്ഷേ വരുന്നതിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമത്തിനൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുക്കും. ഇതുവരെ വീടോ വസ്തുക്കളോ ഒന്നും സ്വന്തമായിട്ട് വാങ്ങിക്കുവാനോ എടുക്കുവാനോ സാധിക്കാത്ത നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന ചിങ്ങമാസം മുതൽ നിങ്ങൾ നല്ലൊരു വസ്തു തിരഞ്ഞെടുക്കുക. അതിന് നമ്മളതിൽ സാമ്പത്തികം വന്നു ചേരുമെന്നാണ് ഇപ്രാവശ്യം കാണുന്നത്. അപ്പോൾ അതുപോലെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൽ നമ്മളൊരു 100% ആൾക്കാരെ എടുക്കുമ്പോൾ ഒരു 10-20% മാത്രമായിരിക്കും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്നത്. പക്ഷേ പൊതുവേ മറ്റുള്ളവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എപ്പോഴും സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർ നമ്മളോട് കടം ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ നമ്മളെ മാനസികമായിട്ട് അല്ലെങ്കിൽ അവർ പുറത്ത് പറയുന്നത് എന്തായിരിക്കും, അവർക്ക് ഒരുപാട് അല്ലെങ്കിൽ അവന് ഒരുപാട് സാമ്പത്തികം കൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് തരാത്താണ്. ഇതൊക്കെ നമുക്ക് ദൃഷ്ടിദോഷത്തിലൊക്കെ വന്ന് ഭവിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ആഡംബരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. നമ്മുടെ കയ്യിൽ 500 രൂപയേ ഉള്ളൂവെങ്കിൽ നമ്മൾ 300 രൂപ ചിലവാക്കിയിട്ട് 200 രൂപ എങ്ങനെ അതിൽ നിന്ന് മിച്ചം പിടിക്കാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും അവർ പൂജിക്കേണ്ടത് ഈ സുബ്രഹ്മണ്യനെയും ഭദ്രകാളി ദേവിയൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഭദ്രകാളി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നത് ജീവിത വിജയത്തിനും ജോലി തടസ്സത്തിനൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെ ഉത്തമമാണ്. ഏറ്റവും കൂടുതൽ സുബ്രഹ്മണ്യ പ്രീതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം വേണ്ടത്. അപ്പം സന്താനങ്ങളുള്ള അമ്മമാരെ ആണെങ്കിൽ നിങ്ങളെങ്കിൽ ഷഷ്ടിവ്രതം പോലുള്ള വ്രതങ്ങൾ പിടിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്യൊഴിച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും വരും. ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഒരു പരിധിവരെ അതിനോട് പോരാടി ജീവിക്കാനുള്ള മനോധൈര്യം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ആ ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് തീർച്ചയായും ജീവിക്കാൻ സാധിക്കും. ജ്യോതിഷം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമുക്കിനി വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ സൂചന മാത്രമാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഫലിക്കണമെന്ന് നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. ആ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമ്മുടെ ജീവിത വിജയം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ആ ജാതകത്തിലുള്ള പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഒന്ന് പരിഹരിച്ച് ചെറിയ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നമ്മൾ പരിഹരിച്ച് എന്താണോ നമ്മുടെ ആവശ്യം അതിനുള്ള പരിഹാരങ്ങൾ കൃത്യമായിട്ടുള്ള മരുന്ന് കഴിക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള വഴിപാടുകൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു വർഷം വളരെ ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.